എല്ലാവരും പോകുന്ന ട്രാക്കിൽ നിന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? സാധാരണ എല്ലാവരും ബോർഡ് എക്സാമിനേഷൻ 12th ബോർഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒന്നുകിൽ നീറ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ ജെയിലായിരിക്കും. ഇത് രണ്ടും അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലേ? ഓഫ് കോഴ്സ് ഉണ്ട്. CUET എൻട്രൻസ് എക്സാം എഴുതി എവിടെ ചെന്ന് കയറാൻ പറ്റും എന്ന് കൂടി ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? സോ CUET എൻട്രൻസിൽ നിങ്ങൾക്ക് നേരെ പോയി ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഡിഗ്രി കോഴ്സുകൾക്കാണ്. ഡിഗ്രി കോഴ്സ് മാത്രമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അതുമല്ല. പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള അഗ്രികൾച്ചറും അതിന്റെ അലീഡ് കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CUET എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 12th ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ സബ്ജക്റ്റും അതിന്റെ സപ്ലിമെന്ററി സബ്ജക്റ്റും പിന്നെ ലാംഗ്വേജുമാണ് എക്സാമിനേഷനിൽ എഴുതേണ്ടതായിട്ട് വരുന്നത്. ഇതൊരു MCQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഇത് പല പല സെന്ററുകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഓരോ ജില്ലകളിലും ഇതിന്റെ എക്സാം സെന്ററുകൾ ഉണ്ടാവും. ദെൻ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എവിടെ അഡ്മിഷൻ ലഭിക്കുക? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ JNU യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനാണ് നമ്മൾ ഈ CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത്. സോ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സയൻസ് സ്ട്രീമിൽ പഠിക്കുന്നവർക്ക് മാത്രമല്ല, കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്നവർക്കും എഴുതാം. കാരണം അത്തരം സബ്ജക്റ്റുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു, പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനും CUET സഹായിക്കുമെന്ന് അല്ലേ? അതെങ്ങനെ? നമുക്കറിയാം, നമ്മുടെ ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അതിന്റെ കീഴിൽ വരുന്ന ഒരുപാട് കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതിൽ ഏകദേശം ഒരു 60ഓളം യൂണിവേഴ്സിറ്റികൾ ICARന്റെ കീഴിൽ വരുന്നുണ്ട്. ഈ 60ഓളം യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും ഈ പറയുന്ന CUET എൻട്രൻസിലൂടെയാണ്. ഏതൊക്കെ കോഴ്സുകൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി പോലെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക്. അത് 4 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രിയാണ്. സോ ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും ഈ പറയുന്ന CUET എൻട്രൻസിലെ PCMB, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, PCMB അല്ല PCB, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റിലൂടെ നിങ്ങളുടെ എക്സാമിനേഷൻ മാർക്കിന്റെ സ്കോറിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻസ് ഈ ICARൽ ലഭിക്കുന്നത്. സോ ഇങ്ങനെ 2 പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ നോൺ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒറ്റ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET. ഇതിനകത്ത് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആൻഡ് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ, ഇതിന്റെ ക്ലാസ്സസ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പോകെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ടൈം ഒക്കെ വളരെ കുറവാണ്. സോ ഈ ഒരു ടൈം നിങ്ങൾ അതിനു വേണ്ടി കൂടി യൂസ് ചെയ്യുക. ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ നിങ്ങളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. സോ ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ക്രൂഷ്യൽ സ്റ്റെപ്പ്, ബട്ട് ഇറ്റ് ഈസ് എ വെരി ബിഗ് സ്റ്റെപ്പ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഒരു ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ CUET എൻട്രൻസ് എക്സാമിനേഷനിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും 12th ബേസ്ഡ് ആണ്. അപ്പോൾ നീറ്റിലും JEEലും നിങ്ങൾക്കറിയാം 11th ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് CUETയിൽ ഉണ്ടാവില്ല. അപ്പോൾ CUET നിങ്ങൾക്ക് ഒരു ഡബിൾ ധമാക്കയാണ്. സോ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഹെൽപ്പും സൈലോ ചെയ്തു തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.